സാധന അനുഷ്ഠാനങ്ങൾ ആണ് ഈശ്വരപ്രാപ്തിക്കുള്ള മാർഗം. ഈശ്വരപ്രാപ്തിക്കുള്ള പല സാധന അനുഷ്ഠാനങ്ങൾ പൗരാണികമായി മുതൽ നിലനിന്ന് വരുന്നുണ്ട്. അത് യോഗസാധന, കർമ്മസാധന, ജ്ഞാനസാധന, ജപസാധന തുടങ്ങിയ പല സാധനാനുഷ്ഠാനങ്ങൾ, കൃത്യമായ അനുഷ്ഠാനങ്ങൾ. ഈ സാധനങ്ങളെല്ലാം തന്നെ ഒരു മനുഷ്യനെ മനസ്സിനെ ശുദ്ധീകരിച്ചത് ഈശ്വരനെ പ്രാപിക്കുന്നതിന് സഹായിക്കും. അതിലേറ്റവും ലളിതവും ഏവർക്കും പ്രാപ്യമായിട്ടുള്ള ഒന്നാണ് ജപസാധന. ജപം പൊതുവിൽ നമ്മൾ ചെയ്യുന്നത് ഒരു പ്രാർത്ഥനാ രൂപത്തിലാണ്. ഈശ്വരനുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് പൊതുവെ ജപം ചെയ്യാറുള്ളത്. അതിലൊരു ശരിയുണ്ട് താനും. എങ്കിലും ജപത്തിന് ചില ശാസ്ത്രീയ വശം കൂടിയുണ്ട്. ജപത്തിൻ്റെ ശാസ്ത്രീയ വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപം മനസ്സിനെ ശുദ്ധീകരിക്കും. അതിന് ചിത്തശുദ്ധി എന്ന് പറയും. അതിന് ചിത്തശുദ്ധിയിൽ നിന്ന് ഭക്തി ഉണ്ടാകും. ചിത്തം ശുദ്ധമാകുമ്പോൾ ചിത്തം അടങ്ങും. ചിത്തത്തിലുള്ള അശുദ്ധിയാണ് ഈ മനസ്സടങ്ങാത്തതിൻ്റെ കാരണം. ഇപ്പോൾ ധ്യാനം ചെയ്യണമെങ്കിൽ മനസ്സ് കുറച്ചടങ്ങേണ്ടി വരുന്നു. എല്ലാവർക്കും ധ്യാനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ധ്യാനം ചെയ്യാനിരിക്കുമ്പോൾ മനസ്സ് നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ല. കാര്യം എന്താ? ആ ചിത്തത്തിന് ശുദ്ധിയില്ല. നേരെ മറിച്ച് ജപം ചെയ്യുന്ന ഒരാളിന് ധ്യാനം സാർവത്രികമായിട്ടത് ചെയ്തു പോകാൻ സഹായിക്കുന്നു. അപ്പം ജപം കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ, ഒന്ന്, അത് ചിത്തശുദ്ധിക്ക് സഹായിക്കുന്നു. മറ്റൊന്ന്, അത് ധ്യാനനിരതനാകാൻ മനസ്സിനെ ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുന്നു. മറ്റൊന്ന്, ആദ്യം പറഞ്ഞതുപോലെ ഒരു ഈശ്വരനുള്ള അപേക്ഷയായിട്ടും ഈ ജപങ്ങളൊക്കെ നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഉള്ള നിരവധി തരത്തിലുള്ള നമ്മുടെ വിശ്വാസങ്ങൾ, ധാരാളം തരത്തിലുള്ള ജപങ്ങളുണ്ട്. ആ ജപങ്ങളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന, എല്ലാവർക്കും അറിയാവുന്ന, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഓം നമഃ ശിവായ ജപം ഏറ്റവും വലുത്. ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമങ്ങൾ, വിവിധ തരത്തിലുള്ള സഹസ്രനാമങ്ങൾ, എന്തിനു പറയുന്നു, രാമരാമ ജപം പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അതിലേക്ക് കടന്നു വരുമ്പോൾ വളരെ നിഗൂഢമായ, വളരെയധികം ആധ്യാത്മിക പ്രാധാന്യമുള്ള ഒരു സ്തുതിയുണ്ട്. അതാണ് ദേവീ കവചം. ഈ ദേവീ കവചം വളരെ വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഫലപ്രദമായിട്ടുള്ള, വളരെ ശക്തിയുള്ള ഒന്നാണ്. വളരെ കാലമായിട്ട് ഇത് ആൾക്കാരിൽ നിന്നും അധികം എത്തിയിട്ടില്ല. ഇപ്പം ലളിതാ സഹസ്രനാമം പോലെയോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം പോലെയോ അങ്ങനെ എല്ലാവരിലും എത്തി നിൽക്കുന്ന ഒന്നായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ അതിൻ്റെ അർത്ഥത്തിലേക്കും അതിൻ്റെ വ്യാപ്തിയിലേക്കും ചെല്ലുമ്പോൾ വളരെയധികം ജ്ഞാനം അതിനകത്തുണ്ട്. അപ്പം അതിൻ്റെ ഈ ദേവീ കവചത്തിൻ്റെ സാരാംശം ഇതാണ്. മാർക്കണ്ഡേയ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, ഏറ്റവും ഗുഹ്യമായിട്ടുള്ളതും ഏറ്റവും ഫലപ്രദവുമായിട്ടുള്ള ഒന്ന്, ആർക്കും അറിഞ്ഞുകൂടാത്ത ഒന്ന് എന്താണ് എന്ന് ചോദിച്ചു. എല്ലാവർക്കും രക്ഷയ്ക്കായിട്ടുള്ള ഒന്ന് ചോദിച്ചു. ആ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതാണ് ദേവിയുടെ രഹസ്യം. ദേവി എന്താണ്? ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മത്തിൻ്റെ ചാലകശക്തിയാണ്. ശിവൻ എന്ന് പറയുന്ന സർവ്വവ്യാപിയായ നിശ്ചല തത്വം, ആ നിശ്ചല തത്വത്തിൻ്റെ ചാലകശക്തിയാണ് പ്രകൃതി. ഈ പ്രപഞ്ചത്തിനെ ചലിപ്പിക്കുന്ന ശക്തി ഏതാണോ അത് തന്നെയാണ് ദേവി.
ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളിലും ഇരിക്കുന്ന ചാലക ശക്തിയാണ് ദേവി. ദേവി ഓരോ രീതിയിൽ ഈ പ്രപഞ്ചത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. എന്നാൽ ശിവനിൽ നിന്ന് വേറിട്ടുള്ള അല്ല. ശിവനും ദേവിയും ഒന്ന് തന്നെയാണെങ്കിലും അതിൻ്റെ ഫാക്കൽറ്റി, ശിവൻ എന്ന് പറയുന്ന നിശ്ചയതത്വത്തിൻ്റെ ഡൈനാമിക് എക്സ്പ്രഷൻ ആണ് ദേവി എന്ന് പറയുന്നത്. ഈ കാണുന്നതെല്ലാം ദേവിയാണ്. ഈ കാണുന്ന മുഴുവൻ ദേവിയാണ്. അതുകൊണ്ട് ഈ കാണുന്നതെല്ലാം മായയായതുകൊണ്ട് ദേവിയെ മഹാമായ എന്ന് വിളിക്കുകയും ചെയ്യും. അപ്പോൾ ശിവനിലെ ചാലകശക്തിയായിട്ടുള്ള ആ പരമ്പൊരുൾ, ആ അമ്മ, ആ സർവശക്ത ഈ പ്രപഞ്ചത്തിൽ വന്ന് മനുഷ്യ മനസ്സുകളിലും ജീവജാലങ്ങളിലും എല്ലാം അതിനെ ഭംഗിയായിട്ട് ഒരു പ്രത്യേക നീതി മുന്നോട്ട് നയിക്കുന്നു. അതിനെ ആശ്രയിക്കുന്നത് ഏവർക്കും നല്ലതാണ്. ആ ദേവിയോടുള്ള ഒരു ഭക്തി എല്ലാവർക്കും നല്ലതാണ്. ആ ദേവി ഒരു ദേവിയല്ല. ദേവിയുടെ വിശദീകരണം വളരെ വിപുലമാണ്. എത്രയോ തരത്തിൽ, എത്രയോ പേരുകളുള്ള ദേവി. ലളിതാ സഹസ്രനാമത്തിൽ ദേവിക്ക് 1000 പേര് പറയുന്നു. എന്നാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ദേവിയുടെ വിവിധങ്ങളായിട്ടുള്ള ഫങ്ഷൻസാണ്. പല ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി ഒന്ന് പലതായിട്ട്, അതായത് ഒരു വിത്തിൽ നിന്ന് ഒരുപാട് ചെടികൾ പൊട്ടിമുളയ്ക്കുന്നു. വിത്തൊന്നാണ്, ദൈവം ഒന്നേ ഉള്ളൂ. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? ഒന്നിനെ പലതായിട്ട് കാണാൻ കഴിയുന്നു, പലതിനെ ഒന്നായിട്ട് കാണാൻ കഴിയുന്നു. ഇത് പാശ്ചാത്യ സംസ്കാരത്തിലെ, പാശ്ചാത്യ അധ്യാത്മത്തിലേക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഹിന്ദു സംസ്കാരത്തിൽ, ഭാരതീയ സംസ്കാരത്തിൽ, ഭാരതീയ അധ്യാത്മികതയിൽ ഒന്നിനെ പലതായിട്ട് കാണുന്നത് വളരെ ഈസിയാണ്. ഒന്നിൻ്റെ നേരെ വിപരീതമാണ് പലത്, പലതിൻ്റെ നേരെ വിപരീതമാണ് ഒന്ന് പ്രത്യക്ഷത്തിൽ വരുമ്പോൾ. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് പലതായിട്ട് മാറുന്നു, പലത് ഒന്നായിട്ട് മാറുന്നു. ഒന്നിനെ പലതായിട്ട് കാണുകയും പലതിനെ ഒന്നായിട്ട് കാണുകയും, അല്ലെങ്കിൽ പലതായിട്ട് കാണുമ്പോഴും ഒന്ന് തന്നെയാണ് എന്ന് കാണുന്നതാണ് ജ്ഞാനം. എന്താണ് ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം? ഈ പലതായിട്ട് കാണുന്നതെല്ലാം ഒന്നാണ്. എന്നാൽ ആ പലതായിട്ട് കാണുന്ന ഒന്നായതുകൊണ്ട് അതിനെ നെഗറ്റീവ് നിഷേധിക്കുന്നില്ല. നിഷേധിക്കാതെ തന്നെ അതിനെ അതേ ലെവലിൽ ആദരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണം, ലക്ഷ്മി ദേവി, സരസ്വതി ദേവി. ലക്ഷ്മി എന്ന് പറയുന്നത് ഭൗതികതയുടെയും ധനത്തിൻ്റെ ദേവതയാണ്. സരസ്വതി വിദ്യയുടെ ദേവതയാണ്. എന്നാൽ രണ്ടും ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഒരു ദേവിയാണ് ഇതെല്ലാം പലതായിട്ട് നിൽക്കുന്നത്. പലതായിട്ട് നിൽക്കുന്ന ഒരു ദേവി ആയതുകൊണ്ട് രണ്ടിനെയും ആദരിക്കാൻ ഒരു പ്രയാസക്കുറവാണ് ജ്ഞാനം നൽകുന്ന ശക്തി. അതിന് ജ്ഞാനം, മനസ്സിലായോ? അതിന് ജ്ഞാനം വേണം. അല്ലെങ്കിൽ ഒന്നല്ലേ ഇതിനെ ആദരിച്ചാൽ അതിനെ അങ്ങനല്ല, ഒന്നിനെ തന്നെ പലതായിട്ട് കാണുന്നതിലെ ആ പലതിലും പരിപൂർണമായിട്ട് ആശ്രയിക്കുകയും ചെയ്യും. ഒരു വിത്തിൽ നിന്ന് ഒരുപാട് തൈകൾ വെട്ടിമുളയ്ക്കുന്നത്, എല്ലാം ഒരു വിത്തിൽ നിന്ന് ഒന്നാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ പലതായിട്ടാണ് നിൽക്കുന്നത്. ഇതേപോലെയാണ് ഈ ദേവിയെക്കുറിച്ച് പറയാനുള്ളത്. ദേവി പലതായിട്ട് മാറി പല പല ഫങ്ഷൻസ് ചെയ്യുന്നു. ഈ ഫങ്ഷൻസ് ചെയ്യുന്ന ദേവിക്ക് ആ ദേവിയുടെ ഒരു മനുഷ്യ ശരീരത്തിൽ വരുമ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ദേവിയുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും ദേവിയുണ്ട്. ആ ദേവി ഓരോ ഫങ്ഷൻസ് മനുഷ്യ ശരീരത്തിൽ ചെയ്യുന്നത് വളരെ മനോഹരമാണ്. വളരെ ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ദേവീ കവചം. അപ്പോൾ ദേവീ കവചത്തിൻ്റെ തത്വം, സാരാംശം ഇതാണ്: മനുഷ്യൻ്റെ ശരീരത്തിനും മനുഷ്യൻ്റെ പുറത്തും നിരവധി ദേവിമാർ ഓരോ ഫങ്ഷൻസ് ചെയ്യുന്നു. ആ ദേവിമാരെ നമ്മളൊന്ന് ആദരിക്കുകയും അവരുടെ നാമം ഉച്ചരിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്കൊരു കവചമായിട്ട് നിൽക്കും. അതാണ് ദേവീ കവചം. ആ കവചം എന്തിനൊക്കെ ഉപകരിക്കുമെന്നുള്ളത് ഞാനിതിൻ്റെ അവസാന ഭാഗം പറയാം. അപ്പോൾ ദേവീ കവചത്തിൽ തുടങ്ങുന്നത് 9 ദേവിമാരെക്കുറിച്ച് പറയും. നവദുർഗ, 9 ദേവിമാർ. നവരാത്രിക്ക് 9 ദേവിമാർ. നവരാത്രിയുടെ ഓരോ ദിവസവും ഓരോ ദേവിയാണ് ആരാധിക്കുന്നത്. അതിൻ്റെ ഓരോ ദേവിക്കും ഓരോ പേരുണ്ട്. ആ ദേവിക്കൊക്കെ ഒരു ജ്ഞാനത്തിൻ്റെ വിശദീകരണമുണ്ട്. ആദ്യം നവദേവിയുടെ 9 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടാണ് ദേവീ കവചം ആരംഭിക്കുന്നത്. ആ 9 പേരുള്ള ദേവിയെ സ്തുതിച്ചാൽ തന്നെ എല്ലാം കിട്ടും എന്ന് അപ്പോൾ തന്നെ ഫലശ്രുതിയും പറയുന്നുണ്ട്. 1 ശൈലപുത്രി. ശൈലപുത്രി എന്ന് വെച്ചാൽ
ശൈലം പർവ്വതത്തിൻ്റെ പുത്രി. അതിൻ്റെ സാരാംശം ഇതാണ്. പർവ്വതം എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പ്, ഏറ്റവും പീക്ക്, കൊടുമുടി. പീക്ക് എന്ന് വെച്ചാൽ കൊടുമുടി. അപ്പോൾ രണ്ടർത്ഥം അതിന് പറയാൻ പറ്റും. ഒന്ന്, ഏതൊരു കാര്യം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നമ്മളിലുണ്ടാകുന്ന എനർജിയാണ് ദേവി. ഏതൊന്നും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പം അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇതാണ് ദേവി. ശൈലം എന്ന് വെച്ചാൽ പീക്ക്, കൊടുമുടി വെച്ചാൽ മാക്സിമം 100%. അപ്പം 100% എഫേർട്ടിൽ നിന്ന് കിട്ടുന്ന എഫേർട്ടിൻ്റെ പ്രോഡക്റ്റ്. പുത്രി എന്ന് വെച്ചാൽ പ്രോഡക്റ്റാണ്. ശൈലത്തിൻ്റെ പ്രോഡക്റ്റ്, കൊടുമുടിയുടെ പ്രോഡക്റ്റ്. കൊടുമുടിയെ മാത്തമാറ്റിക്സ് പറയുമ്പോൾ 100%. അപ്പോൾ 100% ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റാണ് ദേവി. എവിടെ? സ്പിരിച്വാലിറ്റി. എന്നുവെച്ചാൽ സ്പിരിച്വാലിറ്റിയിൽ ഒരു തീവ്രത വേണം. ആ തീവ്രതയുള്ള ആളിന് ദേവിയെ കിട്ടും. ഇതാണ് ശൈലപുത്രിയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. ശൈലപുത്രി 1-ാം ദിവസം. അതിൻ്റെ 2-ാം ദിവസം ദേവിയുടെ പേര് ബ്രഹ്മചാരിണി. ബ്രഹ്മചാരിണി ദേവി എന്താണ്? ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മത്തിൽ ചരിക്കുന്നവളാണ് ബ്രഹ്മചാരിണി. അപ്പം ദേവി എന്ന് വെച്ചാൽ അനന്തമായ ശക്തിയാണ്, എല്ലായിടത്തും ഉള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരും, എല്ലായിടത്തും ഉള്ളത് എങ്ങനെ സഞ്ചരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞു, ഒന്നിൽ പലതിനെ കാണാനും പലതിൽ ഒന്നിനെ കാണാൻ നമുക്ക് പ്രയാസമില്ല എന്നതുപോലെ എല്ലായിടത്തും ഉള്ളത് സർവ്വവ്യാപിയായിട്ടിരിക്കുന്ന ഒന്ന് എങ്ങനെ ചരിക്കും? ഉദാഹരണം, കടലിലെ വെള്ളം ഉയരുകയും താഴുകയും ചെയ്യുന്നു. എന്നാൽ ഇതെല്ലാം ചേർന്നാണ് കടൽ. അല്ലെങ്കിൽ കടലിൻ്റെ അടിത്തട്ടിൽ ഒഴുക്കുണ്ട്, കടലിങ്ങനെ ഒഴുകുന്നു. അപ്പോൾ എല്ലായിടത്തും ഉള്ളതും എന്നാൽ ചരിക്കുന്നതും, സർവ്വവ്യാപിയായിട്ടുള്ള ഒന്ന് അതിൽ ചരിക്കുന്നതും. അപ്പോൾ സർവ്വവ്യാപിയായിട്ടുള്ള ശിവതത്വത്തിൽ ചരിക്കുന്ന ശക്തി എന്നും പറയും. സർവ്വവ്യാപിയായി നിൽക്കുന്ന നിശ്ചല തത്വമാണ് പരമശിവൻ, ശിവൻ. ആ തത്വത്തിൽ, ആ ശിവതത്വത്തിൽ ചാലകശക്തി ബ്രഹ്മചാരിണി, ആ ചലിക്കുന്ന ശക്തി. അല്ലെങ്കിൽ സംശയം വരും, എല്ലായിടത്തും ഉള്ള ഒന്ന് എങ്ങനെയാണ് ചലിക്കുന്നത്? അതാണ് ബ്രഹ്മചാരിണി. 3-ാമത് വരുമ്പം ചന്ദ്രകണ്ഠ. ചന്ദ്രകണ്ഠ എന്ന് വെച്ചാൽ ഏതൊന്നിലും അടങ്ങിയിരിക്കുന്ന ബ്യൂട്ടി ഫാക്ടർ. സോ ഏതൊന്നിൽ ഒരു ബ്യൂട്ടി ഉണ്ടോ അത് ചന്ദ്രകണ്ഠ എന്ന ദേവിയുടെ അവിടുത്തെ സ്വാധീനമാണ്. ചന്ദ്രകണ്ഠയുടെ സ്വാധീനം കൊണ്ടാണ് അവിടെ നമുക്ക് ഒരു ബ്യൂട്ടി കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഏതൊന്നിലും നമ്മളൊരു ബ്യൂട്ടി കാണുന്നു, ഓർക്കുക അത് ചന്ദ്രകണ്ഠയാണ്. ചന്ദ്രൻ എന്ന് വെച്ചാൽ മനസ്സ്, ഖണ്ഡം എന്ന് വെച്ചാൽ മണി. അപ്പോൾ ചന്ദ്രകണ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനസ്സിന് ഒരു ബ്യൂട്ടി നൽകുന്നത് ഒരർത്ഥം. നിങ്ങൾ മണി ശബ്ദത്തിന് പ്രത്യേകതയുണ്ട്. ഒരു മണി കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നിശ്ചലമാകും. ഒരു ബെൽ, അതിനാണ് ക്ഷേത്രങ്ങളിൽ ബെല്ലടിക്കുന്നത്. ബെല്ലടിക്കുമ്പോൾ ആ ബെല്ലിൽ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിശ്ചലമാകുന്ന മനസ്സ് വർത്തമാനകാലത്തിലാണ്. വർത്തമാനകാലത്തിൽ മനസ്സിനെ എത്തിക്കുന്നവൾ ചന്ദ്രൻ എന്നുള്ളത് മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ജ്യോതിഷത്തിൽ ചന്ദ്രന് മനസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഖണ്ഡാമണി, ചന്ദ്രകണ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ വർത്തമാനകാലത്തിൽ എത്തിക്കുന്ന ആ ശക്തി. കാരണം ഏതൊരു ബ്യൂട്ടിയും നമ്മൾ അതിനെ 100% അതിനെ ആസ്വദിക്കുന്ന വർത്തമാനകാലത്തിലാണ്. അപ്പോൾ ഒന്ന് ഓർക്കുക, ഏതൊരു ബ്യൂട്ടിയിലും അടങ്ങിയിരിക്കുന്ന ചന്ദ്രകണ്ഠയാണ്. അടുത്തത് കുഷ്മാണ്ഡ എന്ന ദേവി എനർജിയുടെ കേന്ദ്രം, ബോൾ ഓഫ് എനർജി. കുഷ്മാണ്ഡ എന്ന വാക്കിന് നമ്മുടെ നാട്ടിലർത്ഥം കുമ്പളങ്ങ എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ വരാൻ കാരണം ഗുരുദേവ ശിഷ്യ രവിശങ്കർജി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് മറ്റ് ഏതൊരു പച്ചക്കറികളിലും ഏറ്റവും കൂടുതൽ എനർജി അടങ്ങിയിരിക്കുന്ന ഒരു പച്ചക്കറിയാണ് കുമ്പളങ്ങ. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഉണ്ട്, എന്നാൽ ഒരു ബോൾ പോലെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ എനർജി കേന്ദ്രീകൃതമായിരിക്കുന്നത്, എനർജിയുടെ കേന്ദ്രം, അതാണ് ദേവിക്ക് കുഷ്മാണ്ഡ എന്ന പേര് പറഞ്ഞിരിക്കുന്നത്. ശക്തി കേന്ദ്രം എന്നർത്ഥം. ഇങ്ങനെ പച്ചക്കറികളിൽ ഏറ്റവും ശക്തി കേന്ദ്രമായി നിൽക്കുന്ന കുമ്പളങ്ങയെ ഉദാഹരണമായിട്ട് പറഞ്ഞിരിക്കുന്നു. അടുത്ത സ്കന്ദമാത, അടുത്ത ദേവി സ്കന്ദമാത. സ്കന്ദൻ സുബ്രഹ്മണ്യനാണ്.
സുബ്രഹ്മണ്യൻ ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമാണ്. ഈ ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമായുള്ള സുബ്രഹ്മണ്യൻ എവിടെ നിന്ന് വന്നു? ദേവിയിൽ നിന്ന് വന്നു. അപ്പോൾ ദേവി തന്നെയാണ് ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവം. അപ്പം ജ്ഞാനത്തിൻ്റെ മൂർത്തിഭാവമാണ് ചന്ദ്രകണ്ഠ എന്നുള്ളത്. സ്കന്ദമാത മദർ ഓഫ് നോളജ് ആണ്. എല്ലാ ജ്ഞാനത്തിൻ്റെയും കേന്ദ്രം. നോളജ് എന്ന് വെച്ചാൽ സുബ്രഹ്മണ്യൻ്റെ അമ്മ, മദർ ഓഫ് നോളജ്, സ്കന്ദമാത. അടുത്ത ദേവി കാർത്യായനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴൊക്കെയാണോ ഇവിടെ ജീവിതം ദുസ്സഹമാകുന്നത്, അനീതി കൊണ്ടും ദുരാചാരങ്ങൾ കൊണ്ടും അഹങ്കാരം കൊണ്ടും മറ്റ് സാധാരണ മനുഷ്യരുടെ ജീവിതം ദുഷ്കരമാകുമ്പോൾ അവർക്ക് സമാധാനം കൊടുക്കുന്ന ശക്തി, അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുഷ്ശക്തികളെ ഇല്ലാതാക്കുന്നത്. അതാണ് കാർത്യായനി. ഈ കാർത്യായനി ഇപ്പോൾ ഉദാഹരണത്തിന് അത് പ്രവർത്തിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ശിക്ഷ കൊടുത്തുകൊണ്ടാണ്. പ്രകൃതിക്ക് സഹികിടുമ്പോൾ അത് ശിക്ഷ കൊടുക്കുന്നു. ആ ശിക്ഷ കൊടുക്കാൻ വേണ്ടി വരുന്ന ദേവിയാണ് കാർത്യായനി. ഈ കാർത്യായനിയുടെ അനുഗ്രഹം വരുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റ്യൂഷൻ, നമ്മുടെ 6ാം ഇന്ദ്രിയം ഉണരുന്നു. 6ാം ഇന്ദ്രിയത്തിനെ ഉണർത്തുന്ന ശക്തിയാണ് കാർത്യായനി. പിന്നെ വരുന്ന ദേവി കാളരാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക്കായിട്ട് പറയുമ്പം ഡാർക്ക് എനർജി, അത് കുറച്ച് ഭീകരമായിട്ടുള്ള ഒന്നാണ്. ഒരു ഭീകര രൂപമാണിത്. ആ ഭീകര രൂപം വന്നിട്ട് വ്യാപകമായ രീതിയിലുള്ള അനീതി ചെയ്യുന്ന ആൾക്കാരെ എല്ലാവരെയും ഇല്ലാതാക്കി ഒരു പ്രശാന്തത പരത്തുന്ന ഒരു ദേവിയാണ് കാളരാത്രി. പ്രശാന്തത പരത്തുന്ന രീതി, അതിന് ഭീകരമായ രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യും. അതെല്ലാത്തിനെയും കൈകാര്യം ചെയ്ത് എല്ലാ ദുഷ്ശക്തികളെയും കൈകാര്യം ചെയ്തിട്ട് അവസാനം ശാന്തി വരുത്തുന്നു. ഇനി വരുന്നത് മഹാഗൗരിയാണ് ജ്ഞാനത്തിൻ്റെ കാരണക്കാരി. മഹാഗൗരിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ജ്ഞാനം കിട്ടുന്നു, ഒരാൾക്ക് മോക്ഷം കിട്ടും. അതേ സമയത്ത് തന്നെ ഈ മഹാഗൗരിയാണ് എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും സാധിച്ചു തരുന്നത്. ഒരാളുടെ ഭൗതികമായ ഉയർച്ചയ്ക്ക് സഹായിക്കുന്ന ദൈവിക ശക്തിയാണ് മഹാഗൗരി. അങ്ങനെ ഭൗതിക സുഖങ്ങളെല്ലാം നമ്മൾ ആസ്വദിച്ച് ഇതെല്ലാം മടുക്കും. അപ്പം നമ്മൾ 9ാമത്തെ ദേവിയെ ആശ്രയിക്കും. അതാണ് സിദ്ധിദാത്രി. സിദ്ധിദാത്രി എന്താണ്? ആധ്യാത്മികമായ ഉയർച്ച നൽകുന്ന, സിദ്ധി എന്ന് വെച്ചാൽ പൂർണ്ണത നൽകുന്ന ശക്തി. സിദ്ധിദാത്രിയുടെ പ്രത്യേകത, ജീവിതത്തിൽ സിദ്ധിദാത്രിയുടെ അനുഗ്രഹമുള്ള ഒരാൾ അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അസാധ്യമായിട്ടുള്ളത് അവർക്ക് ഈസിയായിട്ട് സാധ്യമായിട്ട് വരും. ചില ആൾക്കാരുടെ ജീവിതത്തിൽ അത് കാണാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ പല അസാധ്യ കാര്യങ്ങളും അത്ഭുതം പോലെ സംഭവിക്കാറുണ്ട്. അതിന് വേണ്ടി പണി ചെയ്യുന്ന ഒരു ദേവിയാണ് സിദ്ധിദാത്രി. ഇത്രയും ദേവിമാരെ സ്തുതിക്കുന്നതാണ് നവദുർഗാസ്തുതി. ആ നവദുർഗാസ്തുതിയോട് കൂടിയിട്ടാണ് ദേവീ കവചം തുടങ്ങുന്നത് തന്നെ. അങ്ങനെ നവദുർഗാസ്തുതി ഇത് വളരെ മനോഹരമാണ്. ഇതിന് പോലും ഒരു ഫലശ്രുതിയുണ്ട്. ഈ സ്തുതി നിത്യവും ചൊല്ലുന്ന ഒരാൾക്ക് തന്നെ ദൈവികമായ അനുഗ്രഹങ്ങൾ ഉണ്ടാവും, അവർക്ക് സദ്ഗതി ഉണ്ടാവും എന്ന് പറയുന്നു. പിന്നെ ദേവീ കവചത്തിൽ പറഞ്ഞിരിക്കുന്നത് ദേവിയുടെ വാഹനങ്ങളെക്കുറിച്ചാണ്. ദേവി പലതരത്തിലുള്ള വാഹനങ്ങൾ സഞ്ചരിക്കുന്നു. ഓരോ ദേവിമാർക്ക് ഓരോ വാഹനങ്ങൾ. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ വിശദമായിട്ട് കിടക്കുന്നതല്ല രസകരമായ കാര്യം. അതിനുശേഷം വരുന്നതാണ് അതിലെ ഏറ്റവും രസകരമായ ഭാഗം. എങ്കിലും ദേവിക്ക് ചില വാഹനങ്ങളുണ്ട്. അത് അങ്ങനെ നിൽക്കട്ടെ. ദേവി വാഹനങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ അതിനുശേഷം പറയുന്നത് ദേവിയുടെ ആയുധങ്ങളാണ്. ശംഖ്, ചക്രം, ഗദ, ഹലം, മുസലം, പരിച, വാള്, കുന്തം, ശൂലം, ഇങ്ങനെ നിരവധി ആയുധങ്ങൾ ദേവി ഉപയോഗിക്കുന്നു. ഇനിയാണ് നമ്മൾ ഇത്രയും സ്തുതികളും ദേവിയുടെ വിശദാംശങ്ങളും വിശേഷണങ്ങളും പറഞ്ഞ് ഒരാളിനെ ആദരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിഷ്ടമുള്ള ഒരാളിനെ കുറിച്ച് പറയുമ്പം അയാളുടെ ബാഹ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇവിടെ ദേവിയുടെ ബാഹ്യമായ കാര്യങ്ങൾ പറഞ്ഞാണ് ഇതിലേക്ക് വരുന്നത്.
നമുക്കും കാണാൻ പറ്റും. നമുക്കൊരാളിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അയാളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയും നമ്മൾ സന്തോഷം കാണും. ശ്രദ്ധിച്ചിട്ടുണ്ടോ കാര്യം? നമുക്കേ ഒരാളിൻ്റെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ആ ആളുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പറയുന്നതിനകത്ത് നമുക്കൊരു രസമുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അതേപോലെ ദേവിയുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസാണ് വാഹനങ്ങൾ, ദേവി ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ദേവിയുടെ 9 രൂപങ്ങളൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥ ഇനി ദേവിയുടെ വിവിധ രൂപങ്ങൾ ഒരു മനുഷ്യനുമായി ബന്ധപ്പെട്ടുള്ള, അതാണ് ശരിക്കുള്ള ദേവീ കവചം. ഒരു മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദേവിയുടെ വിവിധ രൂപങ്ങൾ. അത് ആയുധങ്ങൾക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് ദേവി ഒരു മനുഷ്യനെ ചുറ്റി നിൽക്കുന്ന ദേവി, പുറമേ ചുറ്റി നിൽക്കുന്ന ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ദേവിമാർ ഒരു മനുഷ്യന് ചുറ്റുമുണ്ട്. 10 ദേവിമാർ ഓരോ ദിശയിൽ. അതിൽ കിഴക്ക് ദിശയുണ്ട്. പ്രാച്യാം, ആ സ്തോത്രം നിങ്ങൾ കേൾക്കുമ്പോൾ, ദേവി കവചം കേൾക്കുമ്പോൾ അതിനകത്ത് വാക്കുണ്ട് പ്രാച്യാം. പ്രാച്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഴക്ക് ദിശ. കിഴക്ക് ദിശയിൽ നിന്ന് നിങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നൊരു ദേവിയുണ്ട്. ആ ദേവിയാണ് ഇന്ദ്രാണി. ഇന്ദ്രാണി എന്ന ദേവിക്ക് പേര്. അതേസമയം പടിഞ്ഞാറ്, പ്രതീക്ഷ്യാം, പടിഞ്ഞാറ് ദിശ. പടിഞ്ഞാറ് ദിശയിൽ വരുമ്പം ഒരു ദേവി നിങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. നിങ്ങളിത് കേൾക്കുമ്പോൾ ഒന്ന് ഭാവന ചെയ്യണം. നമ്മൾ എത്രയോ സംരക്ഷിതരാണെന്ന് ഓർക്കണം. എത്രയോ ശാസ്ത്രീയമായിട്ടത് പറയുന്നത് നോക്കണം. ഓരോ ദിക്കിലും 10 ദിക്കിൽ 10 ദേവിമാർ ഓരോ മനുഷ്യനെയും സംരക്ഷിക്കുന്നു. അയാൾ ദൈവവിശ്വാസിയാണോ, നിരീശ്വരവാദിയാണോ, ഇതൊന്നുമല്ല ചർച്ചാ വിഷയം. ഭക്തനാണോ, ഒന്നുമല്ല. ഓരോ മനുഷ്യൻ്റെയും സ്റ്റാറ്റസ് ഇതാണ്. എന്ത്? കിഴക്ക് ദിശയിൽ നിന്നൊരു ദേവി ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. എപ്പോഴും നമ്മളൊരു ദേവി നോക്കുന്നതായിട്ട് ഭാവന ചെയ്തു. സുന്ദരിയായ ഒരു ദേവി ഒരു സിംഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. ആ ദേവിയുടെ പിന്തുരാണി. അതേസമയത്ത് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് വേറെ ദേവി വാരുണി. ആ ദേവിയുടെ പേരാണ് വാരുണി. അപ്പം തെക്ക് വേറൊരു ദേവി, അതാണ് വരാഹി. വാരാഹി എന്ന് പറഞ്ഞ ദേവി നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. വടക്ക് ദിശയോ ഉദീച്ചാം എന്ന് സ്തുതി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കവചം കേൾക്കുമ്പോൾ അതിനകത്ത് വാക്കുണ്ട് ഉദീച്ചാം. ഉദീച്ചാം എന്ന് വെച്ചാൽ വടക്ക് ദിശയിൽ നിന്നൊരു ദേവിയുണ്ട്, കൗമാരി വടക്ക് ദിശ. ഇപ്പം ഞാൻ പറഞ്ഞത് 4 ദിശയിൽ നിന്നുള്ള ദേവിമാരുടെ ദൃഷ്ടി നമ്മൾ മനസ്സിൽ ഭാവന ചെയ്യണം. 4 ദിശയിൽ നിന്ന് എപ്പോഴും എന്നെ ദേവി ഇങ്ങനെ നോക്കുന്നു. ഇത് ഭാവന ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത്രയും നമുക്കൊരു ദേവിയുടെ നന്ദി തോന്നും, ഒരു കൃതജ്ഞത തോന്നും. ഞാൻ സംരക്ഷിതനാണ് എന്ന തോന്നൽ തന്നെ നമുക്ക് ഒരുപാട് സമാധാനമുണ്ട്. അതാണ് ദേവീ കവചം പറയുന്നത്. ഇനിയോ 4 ദിശയായിട്ടുള്ളൂ. ഇനി കോണുകൾ, 4 കോണുകൾ. ആദ്യത്തേത് അഗ്നികോൺ എന്ന് വെച്ചാൽ തെക്ക് കിഴക്കുള്ള ദേവിയുണ്ട് അഗ്നിദേവത. ഖണ്ഡധാരിണി അടുത്ത ദേവത. പിന്നെ അടുത്തതിൽ വരുമ്പോൾ വടക്ക് പടിഞ്ഞാറ് വരുമ്പോൾ മൃഗവാഹിനി. പിന്നെ വടക്ക് കിഴക്ക് വരുമ്പോൾ ശൂലധാരിണി. ഇങ്ങനെ 8 ദിക്ക്, അഷ്ടദിക്ക്, 8 ദിക്കുകളിലും ദേവിമാർ നമ്മളെ സംരക്ഷിക്കുന്നു. തലയ്ക്ക് മുകളിലൊരു ദേവിയുണ്ട്, മുകളിൽ നിന്നൊരു ദേവിയുണ്ട്. ഊർധ്വം, മുകളിൽ ബ്രഹ്മാണി എന്നൊരു ദേവി മുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. അപ്പം താഴെയോ അധോസ്ഥം, താഴെ വൈഷ്ണവി എന്നൊരു ദേവി. അപ്പോൾ ഇവരൊക്കെ ദിശകളിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു പ്രശ്നം, അവർ അടുത്തില്ലല്ലോ, വിഷമിക്കേണ്ട. അടുത്ത് വേറെ ദേവിമാരുണ്ട്. വിജയ, നിങ്ങളെ തൊട്ടു പുറകിലൊരു ദേവിയുണ്ട്, വിജയ. അപരാജിത, ജയ മുന്നിൽ, അജിത ഇടത് ഭാഗം, അപരാജിത വലത് ഭാഗം. ഇങ്ങനെ. അപ്പോൾ ഇവരൊക്കെ അടുത്ത് ദൂരെ നിന്നാണോ ദേവി നോക്കുന്നതെന്ന് ആർക്കെങ്കിലും പേടിയുണ്ട്, അവർ വിഷമിക്കേണ്ട. അവർക്ക് തൊട്ടടുത്തായിട്ട് 4 ദേവിയുണ്ട്. വിജയ, അജിത, ജയ, അപരാജിത. അത് വിജയ പുറകിൽ നിന്ന്, ജയ ഫ്രണ്ടിൽ നിന്ന്, അജിത ഇടത് ഭാഗം, അപരാജിത വലത് ഭാഗം. ഇത്രയും പലപ്പോഴും ശരീരത്തിലേക്ക് കയറിയിട്ടില്ലായിരുന്നു. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ശരീരത്തിലുള്ള ദേവിമാർ. എത്ര എണ്ണമെന്നറിയോ? 56 ദേവിമാർ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തെയും സംരക്ഷിക്കുന്നു.
മുടിയിൽ നിന്ന് തുടങ്ങുന്നു. മുടിയിൽ തലമുടി കെട്ട്, പഴയകാലത്ത് അതിന് ശിഖ, കുടുമി, ശിഖയിലൊരു ദേവിയുണ്ട്, മുടിയുടെ കെട്ട്, ഉദ്യോതിനി എന്ന് പേര്, ഉദ്യോതിനി. അത് കഴിഞ്ഞാൽ ഉച്ചി, അതായത് മൂർധ ഉച്ചി, ആ ദേവിയുടെ പേര് ഉമ. പിന്നെ താഴോട്ട് വരുമ്പോൾ നെറ്റിയിൽ വരുമ്പോൾ മാലാധാരി, പുരികത്തിലൊരു ദേവി യശസ്വിനി. താഴോട്ട് വരും മൂക്ക് യമഖണ്ഡ എന്ന ദേവിയാണ് മൂക്കുള്ളത്. ഭ്രൂമധ്യം ശംഖിനി. ചെവിയിലൊരു ദേവിയുണ്ട് ദ്വാരവാസിനി. ചെവിയിലൊരു ദേവിയുള്ളപ്പം ചെവിയുടെ താഴെ ഭാഗത്ത്, ചെവിയുടെ കുടഭാഗത്ത് ഉണ്ട് ശാംകരി. അപ്പം ചെവിയിൽ തന്നെ 2 ദേവിമാരായി. ചെവിയിൽ പൊതുവിൽ ദ്വാരവാസിനി, ചെവിയുടെ താഴെ ഭാഗത്ത് ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗത്ത്, കമ്മലിടുന്ന ഭാഗത്ത് ഒരു ദേവിയുണ്ട്, അതാണ് ശാംകരി. കവിളിൽ കാളിക, കവിളിലൊരു ദേവി കാൾകുല. ഇവര് മേൽചുണ്ടിലും കീഴ്ചുണ്ടിലും ദേവതമാരുണ്ട്. മേൽചുണ്ടിൽ ചർച്ചിക. ഓരോ ചുണ്ടിലും ഓരോ ദേവിയുണ്ട്, അറിയോ? അത് കീഴ്ചുണ്ടി വരുമ്പോൾ അമൃതകല എന്നൊരു കീഴ്ചുണ്ട്. അപ്പോൾ ഓരോ ചുണ്ടിലും, മേലത്തെ ചുണ്ടിൽ ചർച്ചിക, കീഴ്ചുണ്ട് അമൃതകല. നാക്കിൽ സരസ്വതി, അമൃതകല. നാവ് സരസ്വതി. പല്ലിലൊരു ദേവിയുണ്ട്, കൗമാരി. തൊണ്ടയുടെ മധ്യഭാഗത്ത് ചണ്ഡിക. അപ്പം നോക്കണേ, കീഴ്ചുണ്ട്, മേൽചുണ്ട്, നാവ്, പല്ല്, തൊണ്ട മധ്യഭാഗം, ഇത്രയുണ്ട്. അധരേ ചാമൃതകല ജിഹ്വായാം ച സരസ്വതി ദന്താം രക്ഷതു കൗമാരി കണ്ഠമധ്യേതു ചണ്ഡിക. കണ്ഠമധ്യത്തിൽ ചണ്ഡിക, പല്ല് കൗമാരി. ഇനിയും താഴോട്ട് വരുമ്പം തൊണ്ടയുടെ തന്നെ അകത്തോട്ട് മാറി വേറെ ദേവി ചിത്രഖണ്ഡ. നാക്കിൻ്റെ ഉൾഭാഗം മഹാമായ. താടിക്കൊരു ദേവിയുണ്ട്, കാമാക്ഷി. വാക്ക് സർവമംഗള. പിൻകഴുത്ത്, കഴുത്തിൻ്റെ പുറഭാഗത്ത് ഭദ്രകാളി. പുറം ഭാഗം വരുമ്പോൾ ധനുർധരി. നമ്മുടെ തൊണ്ടയുടെ പുറം ഭാഗത്തിന് വേറെ ദേവതയുണ്ട്. തൊണ്ടയ്ക്ക് ഞാൻ ചണ്ഡിക പറഞ്ഞു, തൊണ്ടയുടെ മധ്യഭാഗത്ത്. തൊണ്ടയ്ക്ക് ചിത്രഖണ്ഡ, പുറം തൊണ്ട നീലഗ്രീവ. എന്ന് വെച്ചാൽ തൊണ്ടയിൽ മാത്രം 3 ദേവിമാർ. തൊണ്ടയുടെ മധ്യഭാഗത്ത് ചണ്ഡിക, തൊണ്ട ചിത്രഖണ്ഡ, വീണ്ടും പുറം തൊണ്ടയ്ക്ക് നീലഗ്രീവ എന്നൊരു ദേവി. വീണ്ടും നമ്മൾ താഴോട്ട് വരും. ശ്വാസനാളത്തിനൊരു ദേവിയുണ്ട്, നളകോപരി. തോൾ ഖഡ്ഗധാരിണി. കൈകൾക്ക് ദേവതയുണ്ട്, കൈകളിലെ ദേവതയുടെ പേരാണ് വജ്രധാരിണി. ഈ ഉള്ളം കൈ ദണ്ഡിനി. വെല്ലുകൾ അംബിക, നഖം ശൂലേശ്വരി. നോക്കണേ, കയ്യിൽ എത്ര ദേവിമാരാണുള്ളത്? ഉള്ളം കൈക്കൊരു ദേവി, വെല്ലുകൾക്ക് അംബിക, നഖം ശൂലേശ്വരി. മേൽവയറ് നളേശ്വരി, സ്തനങ്ങൾ മഹാലക്ഷ്മി, ഹൃദയം ലളിത, ആമാശയം ശൂലധാരിണി, നാഭി കാമിനി, ഗുഹ്യഭാഗം ഗുഹ്യേശ്വരി, ഇടുപ്പ് ഭഗവതി. മുട്ടിനു താഴെയുള്ള പേശികളുണ്ട്, വിന്ധ്യാവാസിനി. മസിലുകൾക്കൊരു ദേവിയുണ്ട്, ഭൂതനാഥ. തുടകൾ നോക്കണം, കാലിൽ തന്നെ എത്ര ദേവതമാരുണ്ടെന്ന്. തുടകൾക്കൊരു ദൈവമുണ്ട്, മക്ഷവാസിനി. കാൽമുട്ടിന് ദേവി മഹാബല. ഉപ്പൂറ്റി നരസിംഹി. ഉപ്പൂറ്റിയിൽ തന്നെ അല്പം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ പാദത്തിൽ വേറെ ദേവിയാണ്, അമിത തേജസ്വി. പാദത്തിൻ്റെ അടിഭാഗത്ത് തലവാസിനി. ഇനിയും പാദത്തിൻ്റെ ഉള്ളിൽ നിലത്ത് മുട്ടാത്ത സ്ഥലത്ത് ശ്രീധരി നിലത്ത് മുട്ടുന്നില്ല. ഇനി നഖം, കാലിലെ നഖത്തിന് വേറെ ദേവിയാണ്. കയ്യിലെ നഖത്തിന് ഒരു ദേവി, കാലിലെ നഖത്തിന് വേറെ ദേവി. ദ്രംഷ്ട്രകരാള. തലമുടിക്ക് ദേവിയുണ്ട്, ഊർധകേശിനി.
രോമകൂപം കൗബേരി. കൗബേരിയാണ് രോമകൂപം. രോമകൂപം കൗബേരി. ത്വക്കിന് വേറെ ദേവിയാണ്. ത്വക്കിനൊരു ദേവത. രോമകൂപത്തിന് ഓരോ രോമകൂപങ്ങളിലുള്ള ദേവതയാണ് കൗബേരി. ത്വക്കിലുള്ളത് വാഗേശി. രോമകൂപേഷു കൗബേരി ത്വജം വാഗീശ്വരി തഥാ. രോമകൂപത്തിൽ കൗബേരി, ത്വക്ക് വാഗീശ്വരി ദേവതമാര്. വീണ്ടും താഴോട്ട് വരുമ്പം നമ്മുടെ കുറച്ചുകൂടി താഴോട്ട് വരികയാണ്. ഉപ്പൂറ്റി നരസിംഹി. പാദം അമൃത തേജസ്വി. പാദത്തിൻ്റെ അടിഭാഗം തലവാസിനി പറഞ്ഞു. ഉൾപാദം ശ്രീധരി. നഖം ത്രിംഷ്ടകരാള. തലമുടി ഊർധകേശിനി. പിന്നാണ് പറഞ്ഞത് രോമകൂപത്തിലെ കൗബേശ്വരി, തൊലി വാഗേശ്വരി. പിന്നെ രക്തം, മജ്ജ, മാംസം, അസ്ഥി, കൊഴുപ്പ് ഇതെല്ലാം കൂടി നോക്കുന്ന, പല ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന ഒരു ദേവിയാണ് പാർവതി. അത് വാദം അല്ലെങ്കിൽ ലിഗമെൻ്റ് നോക്കുന്നതാണ് കാളരാത്രി. ലിഗമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് അന്ത്രാണി കാളരാത്രി ച പിത്തം ച മുഖേടേശ്വരി. കാളരാത്രിയാണ് വാദം പരമായ കാര്യം നോക്കാം. വാദം, പിത്തം, കഫം. പിത്തം വരുമ്പോൾ മുഖടേശ്വരി. ഇനി ശ്വാസകോശത്തിന് പത്മാവതി. കഫത്തിനൊരു ദേവിയുണ്ട്, ചൂടാമണി. നഖത്തിൻ്റെ തിളക്കത്തിന് പോലും ഒരു ദേവിയുടെ ഡിപ്പാർട്ട്മെൻറ്റ്. നഖത്തിലെ തിളക്കം ജ്വാലാമുഖിയാണ്, ക്യൂടെക്സ് അല്ല, ജ്വാലാമുഖിയാണ്. ജോയിൻറ്റുകൾക്കൊരു ദേവതയുണ്ട്, അഭേദ്യ. ശുക്ലം അണ്ഡം അല്ലെങ്കിൽ അണ്ഡത്തിനുള്ള ദേവത ബ്രഹ്മാണി. ഇനി മുട്ടിൻ്റെ അകത്തൊരു ദേവത വിനായകിയാണ് നമ്മുടെ മുട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ മുട്ടിൻ്റെ പുറത്തൊരു ദേവത, മുട്ടിൻ്റെ അകത്തൊരു ദേവത. അങ്ങനെ ശരീരത്തിലെ ദേവതമാരെ പറഞ്ഞു. ഇനി നിങ്ങൾ കേൾക്കണോ? ഒരു ദേവത നിങ്ങളുടെ നിഴലിന് പിന്നാലെ, നിഴലിൽ ഒരു ദേവതയുണ്ട്, ഛാത്രേശ്വരി. ആ ഛാത്രേശ്വരി നമ്മുടെ നിഴലിലെ ദേവതയാണ്. ഇനി നമ്മളുടെ നമ്മളുടെ മനസ്സ്, ബുദ്ധി, ഓർമ്മ, അഹങ്കാരം, ഇതിന് പറയുന്ന പേരാണ് അന്ധക്കരണ ചതുഷ്ടയം എന്ന് പറയും. ഈ അന്ധക്കരണ ചതുഷ്ടയങ്ങളാണ് നമ്മളെ ഈശ്വരീയത്തിനെ നമുക്കറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നത്. ഇപ്പം നമ്മൾ പറയും ഓരോരുത്തരും ഈശ്വരനാണ്. എന്താ എനിക്ക് തോന്നാത്തത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ ഈശ്വരനുണ്ട്, അവനവൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയും. എന്തായി തോന്നാത്തത്? ഇതിനെ മറയ്ക്കുന്ന 4 ഘടകങ്ങളുണ്ട്. അതിന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്ന പേരാണ് അന്ധക്കരണ ചതുഷ്ടയം. അഹങ്കാരം, മനസ്സ്, ഓർമ്മ, ബുദ്ധി. മറ്റൊരു വിഷയമായിട്ട് ഇവിടെ ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല, എങ്കിലും ഇതും ദേവിയാണ്. അതാണ് ധർമ്മചാരിണി. പിന്നെ നമ്മുടെ ശരീരത്തിൽ 5 തരത്തിലുള്ള ശ്വാസമുണ്ട്. ശ്വാസം ഒന്നല്ല, പഞ്ചപ്രാണൻ എന്ന് പറയും. 5 തരത്തിലുള്ള പ്രാണശക്തിയുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇങ്ങനെ 5 തരത്തിലുള്ള, ഒരു ശ്വാസം തന്നെ അകത്തേക്ക് പോകുമ്പോൾ അത് പല ഫങ്ഷൻസ് ചെയ്യുന്നു. ഉദാഹരണം, നമ്മൾ അകത്തേക്ക് വെക്കുന്ന ശ്വാസത്തിൻ്റെ പേരാണ് പ്രാണൻ. അതേ ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴോ അപാനൻ. ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് പേര് അപാനൻ. അപ്പോൾ അകത്തേക്ക് പോകുന്ന ശ്വാസം വേറെയാണ്. ഇപ്പോൾ സയൻസും പറയുന്ന അകത്തേക്ക് പോകുന്ന ശ്വാസമല്ല പുറത്തേക്ക് പോകുന്നത്. സയൻസ് പറയുന്ന അകത്തേക്ക് പോകുന്ന ഓക്സിജൻ, പുറത്തേക്ക് പോകുന്ന വേറെ ശ്വാസം. എത്രയോ വർഷം മുമ്പ് പറഞ്ഞു അതൊരു ദേവത, ഇത് വേറെ ദേവത. പ്രാണൻ, അപാനൻ രണ്ടും രണ്ടാണ്. പിന്നെ പറയുന്നത് വ്യാനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൂവ്മെൻറ്റുകളെ സഹായിക്കുന്ന ശ്വാസം. അപ്പം അകത്തേക്ക് പോകുന്ന ശ്വാസം പ്രാണൻ, പുറത്തേക്ക് പോകുന്ന അപാനൻ. നമ്മുടെ മൂവ്മെൻറ്റുകളെ സഹായിക്കുന്നതാണ് വ്യാനൻ. ഉദാനൻ എന്ന് പറഞ്ഞൊരു ശ്വാസമുണ്ട്. ഉദാനൻ എന്ന് വെച്ചാൽ വയറിൻ്റെ ഭാഗത്തുള്ള ശ്വാസം. ഈ വയറിൻ്റെ ഭാഗത്തുള്ള ശ്വാസമാണ് നമുക്ക് ചലനത്തിന് സഹായിക്കുന്നത്, ദഹനത്തിന് സഹായിക്കുന്നത്.
ഉദരത്തിൻ്റെ ഭാഗത്തുള്ള ഡൈജഷൻ വായു പ്രോബ്ലം മുഴുവൻ ഉദാനൻ സംബന്ധമായ പ്രശ്നങ്ങൾ. സമാനൻ ഉദാനൻ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ശ്വാസം. അപ്പോൾ പ്രാണൻ അകത്തേക്ക് പോകുന്ന ശ്വാസം, അപാനൻ പുറത്തേക്ക് പോകുന്ന ശ്വാസം, വ്യാനൻ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത്. ഉദാനൻ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ശ്വാസം പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഉദാനൻ നെഞ്ചിൻ്റെ ഭാഗത്തുള്ള ശ്വാസമാണ്. നമ്മുടെ ഇമോഷൻസും പ്രേമായ കാരണങ്ങൾ, വൈകാരികമായ ഭാഗങ്ങളെല്ലാം അതിൻ്റെയൊക്കെ അടങ്ങിയിരിക്കുന്ന ശ്വാസം, അതിലൊക്കെ നിയന്ത്രണത്തിൽ വരുന്ന ശ്വാസം, അതിനെ ബാധിക്കുന്ന ശ്വാസം, അതാണ് ഉദാനൻ. സമാനൻ എന്താ? ഡൈജഷൻ, ദഹന സംബന്ധമായിട്ടുള്ള. ഇങ്ങനെ 5 തരത്തിലുള്ള ശ്വാസം. ഈ 5 ശ്വാസത്തിനും കൂടി ഒരു ദേവതയാണുള്ളത്. അതിൻ്റെ പേരാണ് ധർമ്മചാരിണി. ഇനിയും വീണ്ടും ഭൗതികമായി വരുമ്പം അതും ദേവത. ഒരാളുടെ യശസ്സും കീർത്തിയൊക്കെ നോക്കാൻ ഒരു ദേവിയുണ്ട്, ലക്ഷ്മി. അപ്പം നിങ്ങൾക്ക് ഈ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ട്, നിങ്ങൾക്ക് യശസ്സും കീർത്തിയൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഗോത്രത്തിനെ മുഴുവൻ നോക്കാനൊരു ദേവിയുണ്ട്, ഇന്ദ്രാണി. വീണ്ടും നേരത്തെ പറഞ്ഞിരുന്ന ഇന്ദ്രാണി. പിന്നെ മൃഗങ്ങൾ, സകല മൃഗാദികളെയും നോക്കുന്ന ഒന്ന് ചണ്ഡിക. മക്കൾക്കൊരു ദേവി മഹാലക്ഷ്മി, ഭാര്യയ്ക്ക് വേറെ ദേവി ഭൈരവി. ഇനി രസകരമായ ഒരു കാര്യം, ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് നിങ്ങളുടെ പോകുന്ന വഴിയിലൊക്കെ ഒരു ദേവി കൂടെ ഉണ്ട്. അതാണ് ഭൈരവി, അതാണ് ക്ഷേമകരി. പോകുന്ന വഴിയിലേക്ക് ഒരു ദേവിയുള്ളതായിട്ട് ഭാവന ചെയ്ത് മീൻസ് യു ആർ ടോട്ടലി പ്രൊട്ടക്റ്റഡ്. ഏത് വഴിക്ക് പോകുന്നോ ആ വഴിയിലൊരു ദേവി, അതാണ് ക്ഷേമകരി. ഇനിയും എല്ലാ സ്ഥലത്തുമുള്ള ഒരു ദേവിയുണ്ട്, വിജയ. എന്നിട്ട് ഇനിയും എങ്ങാണം ഈ ദേവീ കവചം ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയിട്ടുണ്ടോ എന്നൊരാശങ്ക വരും. പുറമേയോ അകമേയോ എവിടെങ്കിലും വിട്ടുപോയ സ്ഥലം നോക്കി അവിടെ കുടികൊള്ളും ദേവി. ഉദാഹരണത്തിന് ബസ്സിൽ എല്ലാവരും ഇരിക്കുന്നു, നിങ്ങൾക്ക് ഒരു കാല് സീറ്റ് കാണുന്നു, നിങ്ങളവിടെ പോയിരിക്കുന്നു എന്നതുപോലെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് കയറി നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എവിടെങ്കിലും ഒന്ന് ദേവീ കവചത്തിൽ, അതായത് ബസ്സിൽ എല്ലാ സീറ്റിലും ഓരോരുത്തരുണ്ടോ, സീറ്റ് മാത്രം ആരുമില്ല, നിങ്ങളവിടെ കയറിയിരിക്കുന്നു. അതേപോലെ എല്ലായിടത്തും ദേവി, ഓരോ തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ മനുഷ്യന് ചുറ്റും ഇത്രമാത്രം ദേവിമാർ. ആ ദേവിമാരിനി എങ്ങാണോ ആ ദേവിമാരുടെ അക്സസിൽ വരാത്ത സ്ഥലമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു ദേവി നിർത്തിയിട്ടുണ്ട്. അവിടെ ആ ദേവിയുണ്ട്, ജയന്തി എന്ന ദേവ. ജയന്തിയുടെ പരിപാടി എന്താ? സർവപാപനാശിനിയാണ് ജയന്തി. ഇതാണ് ദേവി കവചം. ഈ ദേവിമാരുടെ സ്തുതി ദിവസവും നമ്മൾ കേൾക്കണം. അത് വെറുതെ കണ്ണടച്ചത് കേട്ടുകൊണ്ടിരിക്കും. ഇത് ചൊല്ലുന്നതാണ് ഏറ്റവും മനോഹരം. ഞാൻ സംസ്കൃതമായിട്ട് പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വരും. എങ്കിലും ഇതിട്ട് ധ്യാനം ചെയ്യണം. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഇത്രയും പദങ്ങൾ പറഞ്ഞത് നമുക്ക് ഈ ദേവിമാരെ ഒന്ന് മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വളരെ മനോഹരമാണ്. ദേവി കവചം വളരെ മനോഹരമാണ്. ദേവി കവചം എത്രമാത്രം വിശാലമാണ്. ഈ ഭാരതത്തിൻ്റെ ആധ്യാത്മികത എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേവി കവചം. ഭാരതീയ ആധ്യാത്മികത എത്രയോ വിശാലമാണ്, കടൽ പോലാണ്. ഒരു ദേവി കവചം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. എത്രയോ തരത്തിലുള്ള ദേവിമാർ, പുറത്ത് ദേവി, അകത്ത് ദേവി, വഴിയിൽ ദേവം, ഓരോ മൂലയ്ക്കും ദേവി, പോകുന്ന വഴിയിൽ ദേവി, എല്ലാം ദേവി, മുകളിൽ ദേവി, താഴെ ദേവി, ഓരോ അവയവത്തിനും ദേവി. അപ്പോൾ ഈ ദേവി കവചം നമ്മളിങ്ങനെ കണ്ണടച്ച് കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പഠിക്കാൻ തുടങ്ങും. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചൊല്ലണം. ഇനി ചൊല്ലിയാൽ എന്താ? നിരവധി ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ദേവി കവചം നിത്യവും ചൊല്ലുന്ന ഒരാൾ, നവരാത്രിക്കാണ് പൊതുവിൽ ആൾക്കാർ ചൊല്ലാറുള്ളത്. അങ്ങനെയല്ല, നിത്യവും ചൊല്ലണം. ദിവസവും 3 നേരം 3 സന്ധ്യയ്ക്ക് ചൊല്ലുന്നത് വളരെ വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നുവെച്ചാൽ അതിനെക്കുറിച്ച് പറയുന്നത് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഇത് ചൊല്ലാതിരിക്കത്തില്ലെന്നാണ് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നത്. ഫലശ്രുതി പറയുന്നത് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ചൊല്ലാതിരിക്കത്തില്ല. എന്നുവെച്ചാൽ അതിൻ്റെ ഇന്നർ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് എന്ത് നൽകും? സർവ്വവിജയം, ധനം, ധാന്യാദികൾ, സകല ആഗ്രഹങ്ങളും സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ ഇത് ദിവസവും ചൊല്ലിപ്പോകുന്ന ഒരാളിന് ജീവിതയുദ്ധം ജയിക്കും. കാരണം ജീവിതം ഒരു യുദ്ധമാണ്. ഈ കവചം ധരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകൂ,
യുദ്ധം ജയിക്കും. മാത്രമല്ല അയാൾക്ക് 3 ലോകങ്ങളിലും ആനന്ദം ഉണ്ടാകും എന്ന് പറഞ്ഞു. 3 ലോകങ്ങളിലും ആനന്ദം ഉണ്ടാകും. അതുപോലെ സകല വിഷമങ്ങളെയും ഹനിക്കുവാൻ അയാൾക്ക് സാധിക്കും. ഇതൊക്കെ രോഗങ്ങൾ, അസ്വസ്ഥതകൾ, അതുപോലെ ഈ കൂടോത്രവ്, അങ്ങനത്തെ കാര്യങ്ങൾ, കണ്ണ് ദോഷം, ഇവയൊന്നും ഇങ്ങനത്തെ ഒരാളിനെ ഏക്കത്തേ ഇല്ല. അത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏക്കില്ല. എന്നുവെച്ചാൽ ഒരു രീതിയിലും ആ ആളിനെ താഴ്ത്താനാവില്ല. ഇതെല്ലാം അതിനകത്തിൽ ഓരോ സംസ്കൃത പദങ്ങൾ കൊണ്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. പഞ്ചഭൂതങ്ങളിൽ ഒന്നിനും ആ ആളിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇനിയും ചില ബാഹ്യശക്തികൾ, യക്ഷൻ, രക്ഷസ്, ഗന്ധർവൻ, ബ്രഹ്മരക്ഷസ്, വേതാളം, പ്രേതം, ഭൂതം, പിശാച് തുടങ്ങിയിട്ടുള്ള ദുർശക്തികളുണ്ടല്ലോ. സാധാരണ ഇങ്ങനത്തെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലുന്ന ആളിനെ ദുർശക്തികൾ ബാധിക്കത്തില്ല എന്ന് പറയും. ഇങ്ങനത്തെ ദുർശക്തികൾ ബാധിക്കാറില്ല. പക്ഷേ ദൈവികവചനം പറയുന്നത് അറിയോ, ഇത് ചൊല്ലുന്ന അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ആ ദുർശക്തികൾ ഇല്ലാതായിപ്പോകും. അങ്ങനെ പറയുന്ന ഒന്ന് ദൈവികവചനമുള്ളൂ. ബാക്കി ലളിതാ സഹസ്രനാമോ അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ഓം നമഃ ശിവായ ചൊല്ലുക, അപ്പോൾ നിങ്ങൾക്ക് ഈ ദോഷശക്തികൾ നിങ്ങളെ ബാധിക്കില്ല എന്ന് പറയുന്നത്. പക്ഷേ കവചം എന്താ പറയുന്നത്? കവചം പറയുന്ന അവരുടെ ദൃഷ്ടിപ്പെട്ട് അങ്ങനെ ഒരാളുടെ ദൃഷ്ടിപ്പെട്ടാൽ ഈ ദുർശക്തികൾ ഇല്ലാതായി പോകും. അതുകൊണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ദേവന്മാർക്ക് പോലും അപ്രാപ്യമായ ഫലമാണ് ദൈവികവചനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ദിവസവും 3 നേരം, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും. സന്ധ്യ എന്ന് പറയുന്നത് സന്ധ്യ 2 അല്ല 3 ഉള്ളത്. ത്രിസന്ധ്യയാണ്. ത്രിസന്ധ്യ നമ്മൾ പറയുന്നത് സന്ധ്യ സമയത്തിനാണ്. അങ്ങനല്ല, 3 സന്ധ്യകളുണ്ട്. ഈ 3 സന്ധ്യയ്ക്കും വളരെ ശ്രദ്ധയോട് ചെല്ലുന്ന ഒരാൾ ദേവന്മാർക്ക് കിട്ടാത്ത സ്ഥിതിയിലേക്ക് പോകുന്ന പറഞ്ഞത്. അവനെ രാജാവ് ആദരിക്കും, ദൈവം അവൻ്റെ കൂടെ ഉണ്ടാകും. ഇത്രയും മനോഹരമാണ്, അതിമനോഹരമായ, അതീവ ദിവ്യമായ ഈ ദൈവികവചം. അപ്പോൾ ഈ ദൈവികവചം ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മളെല്ലാവരും, ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരും. ലിങ്കും അതിൻ്റെ ഒരു വിഷ്വലായിട്ട് അത് കുറച്ച് മനസ്സിലാക്കാനുള്ള ഒരു വിഷ്വൽ കൂടി ഇട്ട് തരുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് 2 ലിങ്ക് ഇട്ട് തരും. ഒന്ന്, ഞാനിത് ഇത്രയും പറയാൻ കാര്യം, ഞാനിത് മനസ്സിലാക്കിയത് ആർട്ട് ഓഫ് ലിവിങ് ആചാര്യൻ പൂജ്യ ഗുരുദേവ് ശശി രവിശങ്കർ ജ്യോതിയുടെ സഹോദരി അതീവ മനോഹരമായ ഭാനുദേവി വളരെ മനോഹരമായ രീതിയിൽ, അതീവ മനോഹരമായ ഒരു കുയിൽ നാദത്തിൽ ഇത് ഭക്തി നിറഞ്ഞ് തുളുമ്പുന്ന ശബ്ദത്തിൽ ചൊല്ലിയിട്ടുണ്ട്. അത് കേട്ടാൽ നമുക്ക് ധ്യാനം വരും, അത് കേട്ടാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാവും. അത്ര മനോഹരമായി ചൊല്ലിയിരിക്കുന്ന അത് കേട്ടപ്പോഴാണ് എനിക്കിതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ടായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. മാത്രമല്ല കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വിഷ്വലിൻ്റെ ലിങ്ക് കൂടി ഞാൻ യൂട്യൂബിൽ ഇട്ട് തരും. എല്ലാവർക്കും ഇത് ദിവസവും ചൊല്ലാൻ ഒരു പ്രേരണയാവട്ടെ. ഈ പറഞ്ഞ ദേവിമാരുടെ എല്ലാവരുടെയും അനുഗ്രഹം, ആ ദേവിമാർ, ഞാൻ ഏതൊക്കെ ദേവിമാരെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ പ്രതിപാദിച്ചു, ആ ദേവിമാരുടെ മുഴുവൻ അനുഗ്രഹവും ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ വേണ്ടി ആ ദേവിമാരുടെ പ്രാർത്ഥിക്കുന്നു. ശംഭോ മഹാദേവ നാരായണ.